രവിചേട്ടാ, ഇപ്പൊ തദ്ദേശ പോര് ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഈ കോട്ടയത്തെ പറ്റിയുള്ള ചർച്ചകളാണ്. കോട്ടയത്ത് കൃത്യമായ രീതിയിൽ UDF-ന് മേൽക്കൈ നേടാൻ കഴിയുമെന്നുള്ള പ്രചാരണങ്ങളും അതേപോലെ വീഡിയോകളൊക്കെ തന്നെ വരുന്നു. അപ്പോൾ ഇപ്പോൾ LDF-നോടൊപ്പം നിൽക്കുന്ന ജോസ് കെ മാണി ഇനി വലത്തേക്ക് പോകുമോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ജോസ് കെ മാണിയാണ് ഒറ്റകക്ഷി എന്ന നിലയിൽ ജില്ലയിലെ പ്രമുഖൻ, എന്തായിരിക്കും കോട്ടയത്തിന്റെ ഒരു സാധ്യത? കോട്ടയം ഒരു കാലത്ത് UDF-ന്റെ കോട്ടയായിരുന്നു. എന്നാൽ ഇന്നത് ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം. കാരണം കേരള കോൺഗ്രസ് എം ഇന്നിപ്പോ ഇടതുപക്ഷത്താണ്. നിലവിൽ കോട്ടയത്തുള്ള 9 മണ്ഡലങ്ങളിൽ 4 UDF-ന് MLA-മാരുള്ളത്. അതിലൊന്ന് പുതുപ്പള്ളിയാണ്, 2 കോട്ടയമാണ്, മറ്റൊന്ന് പാലായാണ്, 4-മതൊന്ന് ഈ പറയപ്പെടുന്ന കടുത്തുരുത്തിയാണ്. ഇതിൽ പാലായിൽ KDP-യുടെ സ്വന്തം മാണി സി കാപ്പനാണ് MLA. അപ്പോ കെബിൻ പറഞ്ഞു കോട്ടയത്തെ വലിയ ഒറ്റക്കക്ഷി എമ്മാണ് എന്നൊക്കെ. പക്ഷെ ആ നേതാവിന് ജയിക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നേതാവ് പാലായിൽ നോക്കുന്നുണ്ട്, കടുത്തുരുത്തി നോക്കുന്നുണ്ടെന്ന്. പാലായിൽ നിന്നാലും കടുത്തുരുത്തിയിൽ നിന്നായാലും നേതാവിന്റെ കാര്യം കഷ്ടമാണ്, ജോസ് കെ മാണിയുടെ കാര്യം കഷ്ടമാണ് എന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വലത്തേക്ക് തിരിയുമോ? വലത്തേക്ക് തിരിയാനുള്ള സാഹചര്യങ്ങൾ ഒരുപാട് വന്നുപോയി. RJD ഇപ്പൊ അവിടെ അമ്പ്രാൻ മോളിൽ നിന്ന് റാൻ മോളിൽ കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ അമ്പ്രാൻ മോളിലും റാം മോളിലും ഒന്നും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ അടിയാളൻ അങ്ങ് ദൈവത്തിന് മുകളിൽ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ UDF-നെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് എം കൂടെ വന്നാൽ UDF-ന് നല്ലതാണ്. പക്ഷെ അതിനുവേണ്ടി വ്യക്തിത്വവും പാർട്ടിയുടെ നിലപാടുകളും ഒക്കെ പണയം വെക്കേണ്ടി വന്നാൽ UDF-ന് തയ്യാറാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ പുതുപ്പള്ളിയെ സംബന്ധിച്ച് പറയുന്നത്, പുതുപ്പള്ളിയിൽ ചാണ്ടി ഉമ്മൻ ആ വൈകാരിക തലത്തിൽ നിന്ന് മാറി അടുത്തൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പിന്നോട്ട് വന്ന സാഹചര്യം ജയിക്കുമോ? ഒരു കാരണവശാലും അതിനുള്ള ഒരു സാധ്യതയില്ല. ജയിക്കിന് വീണ്ടും പരാജയപ്പെടാനും ജയിക്ക് മത്സരിച്ചാൽ പരാജയപ്പെടാനുള്ള സാധ്യത. ഉമ്മൻചാണ്ടിക്ക് ശേഷം ചാണ്ടി ഉമ്മൻ വ്യക്തമായി നെപ്പക്കെട്ട് എന്നുള്ള രീതിയിൽ നിന്നൊക്കെ മാറിയിട്ട് സ്വന്തം രീതികളിലൂടെ ആളുകളെയൊക്കെ കയ്യിലെടുത്ത് കേരള സംസ്ഥാനം ആകമാനം ഓടി നടക്കുന്ന ഒരു സംസ്ഥാന നേതാവിന്റെ അവസ്ഥയിലേക്ക് ചാണ്ടി ഉമ്മൻ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മണ്ഡലം നോക്കുന്നുണ്ട്, മണ്ഡലത്തിൽ സജീവമായുണ്ട്. ചാണ്ടി ഉമ്മനെ അവിടെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ കഷ്ടം നിറഞ്ഞ ഒരു വർക്കായിരിക്കും. മറ്റൊന്ന് കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ സംസാരിച്ചു. തിരുവഞ്ചൂരിയുടെ അടുത്ത ആത്മവിശ്വാസത്തിലാണോ? 100% തിരുവഞ്ചൂരിന് ആത്മവിശ്വാസം കുറവൊന്നുമില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്ലാതെ കോട്ടയത്ത് മറ്റൊരു ആൾ CPM ജില്ലാ സെക്രട്ടറിയൊക്കെ മത്സരിപ്പിക്കാൻ നീക്കം, സംസ്ഥാന സെക്രട്ടറി ആ ഗോവിന്ദ മാഷിനെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാലും അവിടെ തിരുവഞ്ചൂരിന് തന്നെയാണ് 100% വിജയം. ആകാശപാതയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ പറഞ്ഞു? ആകാശപാതയുടെ മറുപടി അദ്ദേഹം കൃത്യമായിട്ട് നമ്മുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. UDF അധികാരത്തിൽ വരട്ടെ, അതിന്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവിടെ പടവലമല്ല, പുള്ളി പറയുന്നത് അവിടെ വലിയ സംവിധാനങ്ങൾ ഒരുങ്ങും എന്നാണ് പറയുന്നത്. ഏറ്റുമാനൂരിനെ സംബന്ധിച്ച് VN വാസവന്റെ ഈ ശബരിമല മായി ബന്ധപ്പെട്ട്, അതായത് K രാധാകൃഷ്ണനെ അയ്യപ്പൻ രക്ഷപ്പെടുത്തി അങ്ങ് വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്, പക്ഷെ കഴിഞ്ഞ മണ്ഡലകാലം വളരെ മികച്ച രീതിയിൽ VN വാസവൻ കൈകാര്യം ചെയ്തിരുന്നു. VN വാസവൻ ഒരു നല്ല നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് UDF-ൽ നിന്ന്. എന്തായാലും VN വാസവന്റെ കയ്യിൽ ആ മണ്ഡലം സുരക്ഷിതമാണ്. അത് ഇടതുപക്ഷത്തിനൊപ്പം തന്നെ നിൽക്കുമെന്നാണ് പ്രാഥമിക വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കടുത്തുരുത്തിയാണ് അടുത്ത്. കടുത്തുരുത്തിയിലേക്ക് പോകുമ്പോൾ മൊത്തത്തിലുള്ള സാധ്യത മോൻസ് ജോസഫ് ഇപ്പൊ നിലവിൽ ജോസഫ് വിഭാഗത്തിന്റെ കൂടെയാണ്. അപ്പോൾ ജോസ് കെ മാണി മാറി മത്സരിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം കടുത്തുരുത്തിയാണ്, ചങ്ങനാശ്ശേരിയാണെന്നും പറയുന്നു. അപ്പോൾ അത്തരത്തിൽ കടുത്തുരുത്തിയിൽ കാര്യങ്ങൾ സേഫാണ്. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് അല്ലാതെ മറ്റൊരാൾക്കോട്ട് ജയിക്കാൻ കഴിയില്ല. ഈ പറയപ്പെടുന്ന ജോസ് കെ മാണി കടുത്തുരുത്തിയിലേക്ക് മാറാനുള്ള യാതൊരു സാധ്യതകളുമില്ല. അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുള്ള അദ്ദേഹം സംസ്ഥാന നേതാവാണല്ലോ. അതുപോലെ എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് കിട്ടുന്ന എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി പോകണം. കടുത്തുരുത്തി മോൻസ് ജോസഫ് നിലനിർത്തും. അതിനകത്ത് പക്ഷെ പാലയിൽ ഒരു അട്ടിമറി നടക്കാൻ സാധ്യതയില്ല. പാലായിൽ എന്ത് അട്ടിമറിയാണ്? മാണി സി കാപ്പന് പഴയൊരു ക്ലച്ച് ഉണ്ടോ? പഴയൊരു ക്ലച്ചൊക്കെ മാണി സി കാപ്പനുണ്ട്. മാണി സി കാപ്പൻ കളി അറിയാവുന്ന ആളാണ്. മാണി സി കാപ്പനെതിരെയുള്ള പ്രചരണങ്ങളൊക്കെ വെറുതെയാണ് എന്നുള്ളത് കൃത്യമായി തെളിയിച്ചുകൊണ്ട് മാണി സി കാപ്പൻ പാലായിൽ വെള്ളിക്കുടി മാറിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും വേണ്ട. വൈക്കത്തെ സംബന്ധിച്ച് പറയുകയാണ് CK ആശയെ സംബന്ധിച്ച് പറയുന്നത് നിർഭാഗ്യവശാൽ പലരുടെ കാര്യമാണ്. അതായത് ഇപ്പോൾ ചിറ്റൻ ഗോപകുമാർ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് അർഹനായല്ലോ. അപ്പോൾ 2 പദവിയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നതിൽ തെറ്റില്ല. സീറ്റ് ഉണ്ടാവില്ല. അതെ, പുള്ളിക്കാരൻ മാറി നിന്നിരുന്നെങ്കിൽ അടുത്ത ഏറ്റവും കൂടുതൽ സീനിയോറിറ്റി അർഹതയുള്ള ഒരു വ്യക്തി CK ആശയായിരുന്നു. ഇനി ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഞാൻ ചോദിക്കട്ടെ, അതായത് CK ആശ MLA എന്ന നിലയിൽ വൈക്കത്തുകാർക്ക് എന്തുമാത്രം സ്വീകാര്യതയാണ് എന്നുള്ളത് കഴിഞ്ഞ നമ്മളൊക്കെ അവരുടെ ഭൂരിപക്ഷമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്.
പക്ഷെ ഒരു ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളായിട്ട് സ്റ്റേറ്റ് വൈഡ് ഒരു പബ്ലിസിറ്റി ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ CK ആശയ്ക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പഴയ ബിജിമോളെയൊക്കെ നമുക്ക് ഓർക്കേണ്ടി വരുന്ന അവിടെയാണ്. അപ്പോ എന്തായാലും അതൊരു സംവരണ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 4 ലക്ഷത്തിൽ പരം വോട്ട് ഭൂരിപക്ഷത്തിലാണ് CK ആശ അവിടെ വിജയിച്ചു കയറിയത്. അവിടെ ഈ പറയപ്പെടുന്ന UDF-ന്റെ സ്ഥാനാർത്ഥി ആരാകും എന്ന ഒരു സംശയം. അടുത്തത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് BJP-യുടെ നിർണായകമായ ശക്തി PC ജോർജ്, ഷോൺ. ഇതുവരെ എന്താ BJP പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. BJP-യെ പറ്റി പറയാത്തത് BJP-ക്ക് ഈ മണ്ഡലങ്ങളിലൊന്നും തന്നെ റോളില്ല. ഉള്ള റോളുകൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്ന് കളഞ്ഞൊരു ഈ ഏറ്റുമാനൂരും അതേപോലെ തന്നെ വൈക്കവും BJP-ക്ക് എന്തെങ്കിലും സാധ്യത കൊടുക്കാൻ കഴിയുമോ? വൈക്കത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലെങ്കിൽ പോലും ഏറ്റുമാനൂരിൽ BJP നില മെച്ചപ്പെടുത്താനുള്ള സാധ്യതകളുള്ള ഒരു മണ്ഡലമാണ്. എന്നാലും അത് UDF-ന് ഗുണകരമാണോ? ഞാൻ പറഞ്ഞല്ലോ, ഏറ്റുമാനൂരിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അത് എപ്പോഴും വാസവനൊപ്പമാണ്. ഇനി അവിടുത്തെ സ്ഥാനാർത്ഥി ഒരു മന്ത്രി എന്ന നിലയിൽ അത്തരത്തിലുള്ള എല്ലാ മിഷനറികളും സ്വാഭാവികമായിട്ട് ഒരു മന്ത്രി എന്ന നിലയിൽ KN ബാലഗോപാൽ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മന്ത്രിമാരെല്ലാം മണ്ഡലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. കൊട്ടാരക്കര ഒന്നും ചെയ്തിട്ടില്ല. എന്താ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞതാ. ഞാൻ വെല്ലുവിളിക്കുക. ഒരു മന്ത്രി എന്ന നിലയിൽ, അത് ധനകാര്യ വകുപ്പ് പോലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കുറെ പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്തേക്ക് കൊട്ടാരക്കരയിൽ എന്താണ് KN ബാലഗോപാൽ ചെയ്തത്? ഞാൻ വെല്ലുവിളിക്കുക. എണ്ണി പറയണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഐഷ പോറ്റി 15 വർഷത്തിൽ ആദ്യത്തെ 5 വർഷം ചെയ്ത, അതായത് 15 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത വികസന പ്രവർത്തനത്തിന്റെ 7 അയലൊക്കത്ത് പോലും KN ബാലഗോപാൽ മന്ത്രിയായിരുന്നിട്ട് അവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐഷ പോറ്റിയും കാർ ബാലകൃഷ്ണനും ഉണ്ടാക്കിയിട്ട വികസനങ്ങളെ ഇന്നും കൊട്ടാരക്കരയിൽ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ പൂഞ്ഞാറിലേക്ക് എത്തുമ്പോൾ, പൂഞ്ഞാറിൽ ഇപ്പൊ സെബാസ്റ്റ്യൻ കുളത്തിങ്കലാണ്, അവിടെ ഷോൺ ജോർജ് ഉണ്ട്. BJP-ക്ക് വിജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലം. അവിടെ ശക്തനായ ഒരു UDF സ്ഥാനാർത്ഥി വരും. അവിടെ ശക്തനായ UDF സ്ഥാനാർത്ഥി വരും, ശക്തനായ BJP സ്ഥാനാർത്ഥിയും വരും. നിലവിലെ MLA അവിടെ വീണ്ടും സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഇടതുപക്ഷത്തിന് വേണ്ടി വീണ്ടും ത്രികോണ മത്സരം പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ UDF 3ാം സ്ഥാനത്ത് പോയ മണ്ഡലമാണ്. അവിടെ PC ജോർജിന് പകരം പിൻതലമുറക്കാരൻ ഷോൺ ജോർജ് BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയായി വരും. ഷോൺ നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. പക്ഷെ BJP എൻട്രിക്ക് ശേഷം വരുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അതിനെ പൂഞ്ഞാറുകാർ എങ്ങനെ എടുക്കും എന്നറിയില്ല. എന്തായാലും വർഗീയതയ്ക്കെതിരെ വലിയ രീതിയിൽ പടമുതിരുന്ന നാട്ടുകാരാണ് പൂഞ്ഞാർ. PC ജോർജിനെ എടുത്ത് കൊട്ട കളഞ്ഞപ്പോഴേ കൃത്യമായിട്ട് അറിയാം. അവിടെ കോൺഗ്രസിന്റെ ഒരു പുതുമുഖം വരില്ലേ? കോൺഗ്രസിന് പുതുമുഖം വരേണ്ട സാഹചര്യമാണ് ഉള്ളത്. കാരണം അവിടെ BJP ശക്തമായ മത്സരത്തിന് ഇറങ്ങുമ്പോൾ, അതായത് കഴിഞ്ഞ തവണ ഒന്നും BJP നേരിട്ടുണ്ടായിരുന്നു, PC ജോർജിനെ നേരിട്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. കോൺഗ്രസ് ദേശീയ തലത്തിൽ BJP-ക്ക് വെല്ലുവിളിയാവുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഇനി കണ്ട കടൽക്കിഴവന്മാരെ കൊണ്ട് മത്സരിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവിടെ ഒരു ചെറുപ്പക്കാരനെ മത്സരിപ്പിക്കണം. അത് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളിയെ പോലെയൊക്കെയുള്ള ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണം. അദ്ദേഹം അതിന് അർഹനാണ്. എന്ന് വെച്ചാൽ ശക്തമായ ഒരു രീതിയിൽ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ 100% പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, പണിയെടുക്കുന്ന ഒരു മനുഷ്യൻ അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളിയെ പോലെയുള്ളവരെ പൂഞ്ഞാറിൽ മത്സരിപ്പിക്കണം. കാരണം ഒരു ത്രികോണ മത്സരം വരും. BJP-യെ നേരിടണം, ഇടതുപക്ഷത്തെ സിറ്റിംഗ് MLA ഒരുപോലെ നേരിടണം. പൂഞ്ഞാറിലൊരു ജനകീയ സ്വാധീനം ഉണ്ട് പുള്ളിക്ക് ഇപ്പൊ നിലവിൽ 100% ഉണ്ട് എന്ന് പറയാം. മാത്രമല്ല ഒരു സ്റ്റേറ്റ് വൈഡ് പബ്ലിസിറ്റി പേരുള്ള ആളാണ്. അപ്പൊ അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി എല്ലാവരും സുപരിചിതമാണ്. ഈ രണ്ടാം ഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടാം നിരയിൽ കോൺഗ്രസിനെ എടുത്തു കാണിക്കാൻ പറ്റുന്ന മുഖങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമുള്ള ആളാണ്. അപ്പം അത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം അവിടെ പ്രതീക്ഷിക്കാം. വസന്ത് തെങ്ങുംപള്ളി തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ. അല്ല, അങ്ങനെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതെ, കണ്ടറിയാം. പിന്നെ നമുക്കുള്ളത് ചങ്ങനാശ്ശേരിയാണ്. ചങ്ങനാശ്ശേരി എന്താണ് അവസ്ഥ? ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിൾ തന്നെയാണ് സ്ഥാനാർത്ഥി ആവുന്നത് എങ്കിൽ ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിൾ 8 നിലയിലുണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? കേരളയിലെ ഏറ്റവും വലിയ സമരങ്ങൾ ആരംഭിച്ചത് ചങ്ങനാശ്ശേരിയിലാണ്. നമുക്കറിയാം, മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ കൊടിക്കുന്നിൽ സുരേഷിന് ഈ പറയപ്പെടുന്ന ചങ്ങനാശ്ശേരി ജില്ലയിൽ നിന്ന് കിട്ടിയ വോട്ടിന്റെ ഒരു കണക്കെടുത്താൽ കൊടിക്കുന്നിൽ സുരേഷിന് വിജയിക്കാനുള്ള ഏറ്റവും കൂടുതൽ വോട്ട് ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി മേഖലയിലാണ്. കാരണം ഈ കേരളയിൽ സമരങ്ങൾ തുടങ്ങി വെച്ചത് കൊടിക്കുന്നിൽ സുരേഷാണ്. മനസ്സിലായോ? അന്ന് ഞാൻ അവിടെ കൃത്യമായി എനിക്കൊന്ന് കേബിനെ റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നിരിക്കാം. അന്ന് ചങ്ങനാശ്ശേരി ഒരു പൾസ് നമുക്കറിയാം. ജോ മൈക്കിളിനെതിരെ അമ്മമാരും കുട്ടികളും ഒക്കെ തിരിഞ്ഞിറങ്ങിയത് കണ്ടതാണ്. ഈ ഇടതുപക്ഷത്തിൽ പിണറായി വിജയനെ സ്തുതിപാടാൻ വേണ്ടി സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളുടെ അടുക്കളയിലും അപ്പൂപ്പന്റെ കല്ലറയിലും വരെ മഞ്ഞക്കുറ്റി നാട്ടം കൂടെ എന്നവനെ ജനം സംരക്ഷിക്കുക എന്നുള്ള സംശയമുണ്ട്. പിന്നെ നിലവിലെ എന്താകുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. എന്തായാലും ചങ്ങനാശ്ശേരിയിലെ UDF-ന്റെ സ്ഥാനാർത്ഥി ആരാകും എന്നൊരു സംശയം ഇപ്പോഴും ബാക്കിയുണ്ട്. പാല അല്ലെങ്കിൽ കടുത്തുരുത്തിയാണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ കാഞ്ഞിരപ്പള്ളിയും ഇപ്പോൾ ജോസ് കെ മാണി പഞ്ചായത്ത് മത്സരിക്കും തോന്നുന്നല്ലോ. അങ്ങനെ ഒന്ന് ജയിക്കാൻ വേണ്ടി ഇയാളൊക്കെ മാണി സാറിന്റെ മോനല്ലേ, ഇയാളൊക്കെ എന്തിനാ ഇങ്ങനെ ഓടുന്നത്? ഇടതുപക്ഷത്തിന്റെ 3ാമത്തെ പാർട്ടിയോ 4ാമത്തെ പാർട്ടിയോ കണ്ടില്ലേ? 3ാമത്തെ പാർട്ടി എന്നാ പറയുന്നത്. വേറെ പണിയില്ല. ഇതൊക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ പോയിരിക്കാൻ പറ. ചുമ്മാതെ ഇതൊക്കെ ചുമ്മാ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞല്ല കേട്ടോ. ഇതൊക്കെ വെറുതെ മാധ്യമ സൃഷ്ടി. അദ്ദേഹം പാലായിൽ തന്നെ മത്സരിക്കുന്നേ.
ജോസ് കെ മാണി പാലായിൽ തന്നെ മത്സരിക്കും. വിജയിക്കും. വിജയിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മാണി സി കാപ്പനാണ് അവിടെ. അപ്പൊ മൊത്തത്തിൽ 9 സീറ്റിൽ ഇപ്പൊ കാഞ്ഞിരപ്പള്ളിയിൽ ജയരാജൻ തന്നെ ആയിരിക്കും സീറ്റ് തോന്നുന്നത്. കാരണം അദ്ദേഹമാണ് അവിടെ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥി. 9 സീറ്റിൽ 5 സീറ്റുകൾ UDF 4 അടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരെണ്ണം ഇങ്ങോട്ട് തിരിയും. ആ